ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ഒരു തലതെറിച്ച അനിയത്തി അവളുടെ ഫാമിലി ദുബായിൽ നിന്ന് വരുന്നുണ്ട്. അവരെ പിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. അപ്പോൾ കൂടെ എൻ്റെ വേറൊരു തലതെറിച്ച അനിയത്തിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സ്വിഫ്റ്റിനാണ് പോകുന്നത്. വീട്ടിൽ പോയി XUV എടുത്തെങ്കിൽ മാത്രമേ അവർ ലഗേജിൻ്റെ അകത്ത് കയറത്തുള്ളൂ. അങ്ങനെ XUV എടുത്ത് പാട്ടൊക്കെ കേട്ട് നമ്മൾ എയർപോർട്ടിലെത്തി. ഈ വണ്ടിയുടെ അടുത്ത് പോയി അവർ വെടിവെച്ചിടും. നിസിനെ കെട്ടിപ്പിടുത്താൻ കണ്ടിട്ട് താഴത്തേക്ക് നോക്കിയപ്പോൾ അങ്ങനെ ഞങ്ങൾ ലഗേജ് ഒക്കെ ആയിട്ട് വണ്ടിയുടെ അടുത്തേക്ക് പോയി. ക്യാമറമാൻ അഭി ആയതുകൊണ്ട് അതിന്റെ നല്ല പോരായ്മയുണ്ട്. അങ്ങനെ എന്റെ വണ്ടി ലോഡ് വണ്ടിയായി ഗൈസ്. ദുബായിലുള്ള എല്ലാ സാധനവും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നിസി വന്ന ഉടനെ ടുണ്ടുനെടുത്ത് ദുബായിലെ ഓർമ്മയിൽ അഭി ഫ്രണ്ട് സീറ്റിൽ കയറി. എന്താ പിന്നെ ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കുന്നത്? ദുബായിലെ ഓർമ്മയിലെ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. നിന്റെ താരം ഇപ്പൊ കയറി പോകുന്നു. ലഗേജ് ഒക്കെ ഒരുപാടുള്ളത് കൊണ്ട് മനുഷ്യന്മാരോട് താഴ്ത്തിരിക്കാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ ലോഡും വണ്ടിയായിട്ട് അലിയന്റെ വീട്ടിലെത്തി. ഇത് കണ്ട ഒരു സൈലന്റ് വാലി ആയിട്ട് തോന്നുമെങ്കിലും ഇതെല്ലാം അവർ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ചെടികളാണ്. അങ്ങനെ നിസി പുറത്തിറങ്ങി. അടുത്തതായി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഞാൻ അവിടെ എപ്പോൾ പോയി കഴിഞ്ഞാൽ അളിയന്റെ അമ്മ നല്ല മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി തരാറുണ്ട്. അബി അവിടെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര സങ്കടമാണ്. എന്റെ വയറിന് അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ നേരെ രണ്ടാമത്തെ ഒരു മാങ്ങ പ്ലേറ്റിലേക്ക് ഇട്ട് കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞതിന്റെ ചാറൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ആദ്യം മാങ്ങയിട്ട് വന്നേക്കും. പിന്നാണ്ടിരിക്കാൻ പറ്റില്ല, അതും തിന്ന്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവിടുത്തെ ലാപ്ടോപ്പിൽ കുറച്ച് കളിച്ചതാണ്. സംഭവം കംപ്ലൈന്റ് ആയി. അതങ്ങനെ തന്നു വിട്ടു. കൊച്ചിയിൽ പോയി റെഡിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വെറും കൈയായിട്ട് വന്ന ഞാൻ ലാപ്ടോപ്പും കൊണ്ട് പോവാണ്. അപ്പോഴാണ് ലാപ്ടോപ്പ് വെക്കാൻ വേണ്ടിട്ട് അച്ചാച്ചൻ ഒരു ലഗേജ് ബാഗുമായിട്ട് വന്നത്. ഇനി കൊച്ചി പോയിട്ട് ഒരുപാട് പണികളുണ്ട്. ലാപ്ടോപ്പ് നന്നാക്കണം. ഇതൊന്നും അറിയാണ്ട് സുഖിച്ച് കിടന്ന് ഉറങ്ങണം. കണ്ടാ ഉറക്കമായതുകൊണ്ട് യാത്ര പറയാൻ നിന്നില്ല. ഇനി ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ പലതും കംപ്ലൈന്റ് ആക്കും എന്നുള്ളത് കൊണ്ട് യാത്ര പറഞ്ഞ് എന്നെ ഒഴിവാക്കി. ആ സങ്കടം മാറ്റാൻ ആലുവ വീട്ടിൽ പോയിട്ട് കുറച്ച് ചക്ക പറിച്ച്. പ്ലാവിൽ ഒരുപാട് ചക്കയുണ്ട്. പാമ്പിന്റെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് പുറകു വശം ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. രാവിലെ തുടങ്ങിയ പണിയാട്ടാ. രാത്രിയാകുമ്പോഴേ തീരുള്ളൂ. വരാൻ പാമ്പൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ ആ ചക്ക ഇങ്ങോട്ട് എടുക്കുവാണ് സുഹൃത്തുക്കളെ. ഞാൻ മാങ്ങ പറിക്കാനും ഇറങ്ങും, ചേട്ടാ ചക്ക പറിക്കാനും ഇറങ്ങുന്നതായിരിക്കും. അങ്ങനെ അവസാനത്തെ ഒരു ചക്കയും കൂടി പറിച്ചിട്ട് ഈ ചക്ക ഞങ്ങൾ എഴുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അങ്ങനെ ചക്കയെല്ലാം കൊടുത്ത് ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് എൻ്റെ മുഖത്തെ ലുക്കൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ മുഖത്തൊരു വലിയ കുരു. ആ കുരു ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ദൈവമേ, ഈ കുരു കളയാൻ വേണ്ടി ഞാൻ നാളെ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ കുരു കളയാനുള്ള വഴി നോക്കട്ടെ.